ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗായിട്ട് വരുന്നത് തന്നെ. അതും ഇന്നൊരു ഈദ് വ്ളോഗാണ്. അതും ഞാൻ ദുബായ് വന്നിട്ടുള്ള ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള ഒരു വ്ളോഗ്. മാത്രമല്ല, ഇന്ന് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ പെരുന്നാളാണ്. കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ട് കൂടിയും ഞങ്ങൾ ഒരുമിച്ചുള്ള ആദ്യത്തെ പെരുന്നാളാണ്. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. അപ്പം ഞാൻ കഴിഞ്ഞ പള്ളിയിൽ പോയി നിസ്കരിച്ചു. ഇനി ഞങ്ങളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പുറത്താണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് റെഡി ആക്കണം, എന്നിട്ട് വേണം കുക്ക് ചെയ്യാൻ. അത് മാത്രമല്ല, ഇക്കാടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ആണ്. സാധാരണ നമ്മൾ നാടുകളിലൊക്കെ ആണെങ്കിൽ രാവിലെ ഫുഡൊക്കെ വെച്ചിട്ട് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഫുഡ് വെക്കും. പക്ഷെ എന്നാൽ പോലും നമ്മളിവിടെ രാവിലത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ്. ഇന്ന് മാത്രം. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ലാവിഷായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓർഡർ ഉണ്ടേക്കും. എൻ്റെ ചെറുക്കനെ കൊണ്ടുവന്നു. കഷ്ടപ്പാട്. ഗൈസ്, നമ്മളിപ്പോൾ റൂമിൽ വന്നു. ഇനിയിപ്പം കിച്ചണിൽ കയറി കുക്ക് ചെയ്യാനാണ്. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പം എനിക്കാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത് തന്നെ നെച്ചോറും ഇറച്ചിക്കറിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അത് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇക്കയെ സഹായിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മളാണെങ്കിൽ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനല്ല, എൻ്റെ കെട്ടിയവനായ എൻ്റെ ഇക്കയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ നെച്ചോറും ഇറച്ചിയും വെക്കാൻ അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കട്ട് ചെയ്യാൻ സഹായിക്കും. എന്ന് വെച്ചാൽ ഈ ഉള്ളികൾ കട്ട് ചെയ്യാൻ സഹായിക്കും. ബാക്കി കിക്ക് നോക്കിക്കോളും. നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് കട്ട് ചെയ്യുവാണ്. ഭയങ്കര പാടാണ് കേട്ടോ കട്ട് ചെയ്യാനൊക്കെ. എക്സ്പേർട്ട് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് പറ്റും. ഇത് ഇനി കട്ട് ചെയ്യാനാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇനി കട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി കട്ട് ചെയ്തിട്ട് എനിക്കിത് കട്ടൊക്കെ ചെയ്തിട്ട് വേണം ഒന്ന് റൂം ക്ലീൻ ചെയ്യണം. റൂം ക്ലീൻ ചെയ്തിട്ടൊക്കെ വേണം എനിക്ക് റീൽ എടുക്കാൻ തന്നെ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇനിയിപ്പം നെച്ചോറും ഇറച്ചിക്കറിയും ഉണ്ടാക്കിയാൽ മാത്രം മതി. എല്ലാം അരിഞ്ഞൊക്കെ വെച്ചേപ്പുണ്ട്. ഗൈസ്, അങ്ങനെ ചിക്കൻ ഫ്രൈ റെഡിയായി. പിന്നെ ഞാൻ നെച്ചോറ് കറി എല്ലാം റെഡിയായി ഇരിക്കുകയാണ്. ഇത് അലൂമിനിയം ഫോയിൽ വെച്ച് നമ്മൾ അടച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം ഫിനിഷായി. ഒരു 12:30 ആയപ്പോൾ തന്നെ എല്ലാം ഫിനിഷായി. ചൂട് നെച്ചോറ് കണ്ടോ. നമ്മുടെ ജോമു ആണെങ്കിൽ കിച്ചൺ വൃത്തിയാക്കുവാണ് ഗൈസ്. നോക്ക്, നമ്മളപ്പം ബിസിയൊക്കെ കഴിഞ്ഞ് നമ്മളാണെങ്കിൽ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി ഒരു റീൽ എടുക്കാറുണ്ട്. റീൽ എടുത്ത് കഴിഞ്ഞിട്ട് ഇനി അടുത്തേത് ഫുഡ് കഴിക്കൽ പരിപാടിയാണ്. അതും ഫുഡ് കഴിച്ചിട്ട് റെഡി ആവാനാണ് ഇനി അടുത്ത പരിപാടി. നീ ഇരിക്കും, അതെനിക്കറിയാം. കിട്ടി മതി. മതി.
നെയ്ച്ചോറ്, ചിക്കൻ കറി, പപ്പടം, പിന്നെ സാലഡുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ. ഇതാണ് നമ്മൾ ഇന്നത്തെ ഈദ് സ്പെഷ്യൽ. അപ്പം ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളെന്ന് വെച്ചതാണ്ട് ഈ സാധനത്തിൻ്റെയും എൻ്റെയും ആദ്യത്തെ ഈദാണ്. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതെ അതെ, എൻ്റെ ഇക്ക ഉണ്ടാക്കിയതാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കൊള്ളാം, കൊള്ളാം, എക്സ്പീരിയൻസ് ഉണ്ടതാ. ഞാൻ ആദ്യത്തെ ഇതാ, അതൊന്ന് ആലോചിക്കണം. അപ്പം ഇത് ഫുഡ് കഴിച്ചിട്ട് ഇനി റെഡി ആവണം. ഞങ്ങൾ പുറത്തോട്ട് പോകണം. അപ്പോഴത്തേക്ക് ഇക്കയുടെ ഫ്രണ്ട്സൊക്കെ വരും. പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഓക്കെ. ഇതെൻ്റെ റൂമല്ല, എൻ്റെ ജോമുൻ്റെ റൂമാണ്. ഇക്കയുടെ ഫ്രണ്ട്സ് അവിടെ വരുന്നതുകൊണ്ട് ഞാൻ ഒരുങ്ങാൻ വേണ്ടി ഇവിടെ വന്നെയാണ്. അപ്പം എന്താണ് എൻ്റെ ഡ്രസ്സാണ്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂംസ്. എല്ലാം റെഡിയാക്കി വെച്ചേ പോകണ്ടേ. ഇനി ഒരുങ്ങിയാൽ മാത്രം മതി. ഞാനാണെങ്കിൽ ഇറങ്ങിയ ഫസ്റ്റ് ടൈം ആണെങ്കിൽ മേക്കപ്പ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇനി കറങ്ങാൻ വേണ്ടി പുറത്തോട്ട് പോവാണ്. ഇക്കാരുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, അവരുമായിട്ട് പുറത്തോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് പുറത്തോട്ടുള്ള വ്യൂ കാണാം. എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഫസ്റ്റ് ടൈം മേക്കപ്പ് തന്നെ യൂസ് ചെയ്തത്. ഇത് അപ്പോൾ ഇതാണ് ഇക്കയുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ബ്ലൂ വാട്ടർ ഐസ്ലാൻഡ് കാണാൻ വേണ്ടി പോവുകയാണ്. ആദ്യം മെട്രോയിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിൽ പോകാൻ വേണ്ടിയാണ്. ചില വീഡിയോസ് എടുക്കാൻ തിരക്കായിപ്പോയി. അപ്പം ബാക്കി കാണാം. മെട്രോയിൽ കൂടെ പോകുമ്പോൾ ദുബായ് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? ഇങ്ങോട്ട് നോക്കിയാണേ. അങ്ങനെ നമ്മൾ ഫൈനലി ബ്ലൂ വാട്ടറിലേക്ക് വന്നിരിക്കുകയാണ്. അടിപൊളി സ്ഥലമാണ്, നല്ലൊരു പീസ്ഫുൾ വൈബുള്ള സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ ദുബായ് വരുവാണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. എനിക്ക് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ള സ്ഥലം കൂടിയാണ്. പിന്നെ ഇവിടെ ബോട്ട് സർവീസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ബോട്ടിലൊന്നും കയറാൻ നിന്നില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പം നമ്മൾ ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നൊക്കെ കുറേ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ ആണെങ്കിൽ വേറെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടി പോയി. അവിടെ തന്നെ വേറെ സ്ഥലം നമ്മൾ കാണാൻ വേണ്ടി പോയി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിൻ്റെ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വീഡിയോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയി.
കാഴ്ചകൾ കാണാൻ ഒരുപാട് ഉള്ള സ്ഥലമാണിത്. നല്ല നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനാണെങ്കിൽ കുറേ നേരം അവിടെ നിന്നിട്ടാണ് അടുത്ത ഇതിലോട്ട് പോയത് തന്നെ, അടുത്ത സ്ഥലത്തിലോട്ട് പോയത് തന്നെ. അവിടെ തന്നെ നമ്മൾ കുറേ നേരം നിന്നു. കാരണം നല്ല രസമാണ് കാണാൻ തന്നെ. നിങ്ങൾ നോക്കുക, ഉണ്ടോ ആ ബോട്ടൊക്കെ. ഇതാണ് നമ്മുടെ റഫീഖ, ഇക്കയുടെ ഫ്രണ്ട്സിലൊരാളാണ്. അങ്ങനെ ഇവിടെ നൈറ്റായി തുടങ്ങി ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോയും ഫോട്ടോയും വേറൊരു സ്ഥലത്ത് വന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ ചാവാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ബാറ്ററി ലോ ആകാൻ പോവുകയാണ് എൻ്റെ ഫോണിൻ്റെ. ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴാണ് പവർ ബാങ്ക് എടുത്ത കാര്യം ഓർമ്മ വന്നത്. പക്ഷേ പവർ ബാങ്ക് കുത്തിയിട്ട് ഒരു രക്ഷയില്ല. പവർ ബാങ്ക് 3G ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടെയുള്ള കടയിൽ കയറി കുത്തിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടയിൽ കയറി കുത്തിയിടുന്ന ടൈമിൽ ഞാൻ റഫീഖയുടെ ഫോൺ അങ്ങ് എടുക്കുകയാണ്. ആ ടൈമിൽ അതിനകത്താണ് ഇനിയുള്ള വ്ളോഗ് ഞാൻ ഇടാൻ പോകുന്നത് തന്നെ. എടുക്കാൻ പോകുന്നത് തന്നെ. ഞാൻ ആ ഫോണിൽ നിന്നാണ് ബാക്കിയെല്ലാം വീഡിയോസ് എടുത്തത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, രാത്രി ആകുമ്പോഴും ഇവിടുത്തെ വ്യൂസ് കാണാൻ പൊളിയാണ്. കാണാമെന്ന് വെച്ചാൽ കണ്ടോ ആ ലേസർ വെട്ടിത്തിളങ്ങുന്നത്, അതും ആ ചക്രത്തിൽ അടിപൊളി ഇതാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല വൈബാണെന്ന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലേസർ ലൈറ്റിനകത്ത് എൻ്റെ മുഖം ഒന്ന് നോക്കുകയാണ് ഗൈസ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ചെന്ന് കുറേ ഫോട്ടോസ് എടുക്കാൻ നോക്കുകയാണ്. അതെന്താ എൻ്റെ കണ്ണിനകത്ത് വെട്ടമടിച്ച് എൻ്റെ കണ്ണൊക്കെ ഒരുമാതിരി ആയി എന്ന് വേണം പറയാൻ. ഇപ്പം തന്നെ ഒരുപാട് കുഴഞ്ഞു. ഇനിയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് വേറൊരു സ്ഥലവും കൂടെ കാണാമെന്ന് വിചാരിച്ചു അവിടെ തന്നെ. അപ്പം ഞങ്ങൾ മുകളിലോട്ട് പോവാണ്. ഇതുവരെ മുകളിൽ വന്നിട്ട് പോയില്ല. മുകളിലോട്ട് കയറി പോവുകയാണ് ഗൈസ്. ഇനിയിപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ ഗൈസ് എല്ലാം കണ്ടു. ഇതാണ് ലാസ്റ്റ് വ്യൂ പോയിൻ്റ്. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ടു. ഞങ്ങളിനി റൂമിലോട്ട് പോവുകയാണ്. ഞങ്ങൾ മെട്രോയിൽ വെച്ച് തന്നെ 2 വഴിക്കായിട്ട് പിരിഞ്ഞു എന്ന് വേണം പറയാൻ. ഈ കുറച്ച് മണിക്കൂറിൽ തന്നെ എനിക്ക് 3 ബ്രദേഴ്സിനെ കിട്ടി. അതുമാത്രമല്ല ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തു. എൻ്റെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ആ ദിവസം നല്ല ഹാപ്പിയാണെന്ന് വേണം പറയാൻ. ഇനി ഇതേപോലെ നമ്മൾ ഇവിടെ വെച്ച് നിർത്തത്തില്ല ട്രാവലിങ്. ഇതേപോലെ നമ്മൾ റഫീഖായിട്ടും അനുജു ചേട്ടനുമായിട്ടും സഹിതമായിട്ടും വീണ്ടും യാത്രകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. المحطة القادمة هي مركز دبي للسلع المتعددة. يمكنكم من خلالها الانتقال إلى ترام دبي. يرجى من الركاب المتجهين إلى destination of this train is Center Point. The next station is DMCC. This is interchange station to Dubai Tram. Passengers travelling to Jumeirah Beach, please interchange to tram at Shegar Realty Metro Station.